ഹലോ ഗൈസ്, അപ്പോൾ ഞാനും ഉണ്ടാക്കി നോക്കി കേട്ടോ വീട്ടിൽ ഗുലാബ് ജാമുൻ. അപ്പോൾ ഞാൻ അതിനായിട്ട് റിലയൻസിൽ നിന്ന് ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് കറക്റ്റ് മറ്റേ എങ്ങനെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് അതിന് വേണ്ടതെന്നോ അതെങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്നോ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ 1-2 വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടു. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം കുട്ടികൾ ഉണ്ടാക്കിയായിരുന്നു ബ്രെഡ് വെച്ചിട്ട്. അപ്പോൾ അതത്ര സക്സസ് ആയില്ല. അപ്പോൾ ഞാനിങ്ങനെ മിക്സ് വാങ്ങിച്ചിട്ട് അത് ഒരു ബൗളിൽ ഞാനിങ്ങനെ കുറച്ച് പാൽ ഉപയോഗിച്ചിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് വെച്ചു കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അതിലങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ആ പാക്കറ്റിൻ്റെ ബാക്കിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ എന്നിട്ടത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അതിൻ്റെ ആ ഒരു 30 എണ്ണമൊക്കെ ഉണ്ടാവും എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു കണക്കിലൊക്കെ ഉണ്ടായിരുന്നു. എണ്ണയൊന്നുമില്ല ഞാൻ, പക്ഷേ അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, നന്നായിട്ട് നല്ല വലിയൊരു ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉരുട്ടി വെച്ചു ഞാൻ. എന്നിട്ട് പാൻ വെച്ചിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. സൺഫ്ലവർ ഓയിലിലേക്ക് കുറേശ്ശെ ഇട്ട് ഞാനതിങ്ങനെ അതിൻ്റെ കളർ ചേഞ്ച് ആവണ വരെ, ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഞാൻ അത് തീ ഒരു നന്നായിട്ടിട്ടില്ല, ഒരു ഇടത്തരം തീയിൽ അതിങ്ങനെ ഇതാക്കി എടുത്തു കേട്ടോ. ബ്രൗൺ കളറിലെടുത്തു. എന്നിട്ട് പഞ്ചസാര പാനി വെച്ചു. അതിൽ ഏലക്ക പൊടിച്ചതും പിന്നെ ഈക്കലാണ് ഞാൻ പഞ്ചസാര എടുത്തത്. പഞ്ചസാരയും വെള്ളം ഈക്കലെടുത്തു. അതായത് ഒരു ഗ്ലാസ് പഞ്ചസാരയാണെങ്കിൽ ഞാനിപ്പോൾ 1.5 ഗ്ലാസ്സായിട്ട് എടുത്തു എന്ന് തോന്നുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഗുലാബ് ജാമുൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഇതാണ് അത് ഈ ബോൾസ് ആ പഞ്ചസാര ലൈനിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്കപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കെല്ലാം ആ സിറപ്പ് ഇറങ്ങട്ടെ എന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ സക്സസ് ആയിരുന്നു കേട്ടോ. ഞാൻ പാചകത്തിൽ അത്ര പെർഫെക്റ്റ് അല്ല. പിന്നെ ഞാൻ എൻ്റെ ഭാഗ്യം കൊണ്ടാണോ കഴിക്കുന്നവരുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, ഒരു വിധം ശരിയായി വരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എന്തായാലും ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയത് സക്സസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഹാപ്പി, അതിലുപരിയായിട്ട് എൻ്റെ കുട്ടികളും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.